ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പച്ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനൊന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ തന്നെ നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡാണ്. അപ്പോൾ വളരെ ടേസ്റ്റി നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ ബ്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ബ്രെഡിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 2.5 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2.5 കപ്പ് മൈദാ മാവ് ഞാനതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അതേ ടീസ്പൂണിൽ തന്നെ 1/4 ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സാധാരണ ബ്രെഡൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തോനെ നിരന്നിട്ട് ഒന്ന് കുഴച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു മിക്സിങ് മാത്രം മതി. അപ്പോൾ ഇത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പോളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ആ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണമേ. ഇളം ചൂടുള്ള വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാൽ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി വെള്ളവും കൂടി ചേരും. നമുക്ക് ബാക്കി വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ 1.5 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ മാറ്റിയതിന് ശേഷം പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അത് ഒന്ന് ഞെരടി മിക്സ് ആക്കി എടുക്കാം. തോനെ സമയം എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തോനെ സമയമായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പിന്നെ സ്റ്റിക്കി പരുവവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതിയാവും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടുകയും അതുവരെ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ അത് 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മാവെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നീക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഒന്ന് അടച്ച് വെക്കുക. ഒരു 30 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. ദാ ഏകദേശം നമ്മുടെ ബാറ്റർ പകുതിയോളം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ഇത് ഓപ്ഷനിലാണ്. അവിടെ ഇവിടെ ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റിക്ക് വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ, കൈയിട്ട് ഇളക്കി കൊടുത്താലും വേണ്ടില്ല. അപ്പോൾ അത് ആ സ്റ്റിക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ബാറ്റർ ഒഴിച്ച് വെക്കുന്നത് ആ പാത്രം എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തടവിയെടുക്കണമേ. ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തോനെ ഓയിലൊക്കെ ആണെങ്കിൽ കുറച്ചങ്ങ് മാറ്റിക്കളയാം കേട്ടോ.
അപ്പോൾ അതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലിരിക്കുന്ന ബാറ്റർ നന്നായിട്ട് നീക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആവിയിൽ വേവിച്ചെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. ആ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണം 20 മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനേ. അപ്പോൾ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് വെച്ച് എടുത്ത് പൊങ്ങിച്ചെടുക്കുന്ന ഒരു ഇതാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പച്ചെമ്പിലേക്ക് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇറക്കി വെക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ചും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 40 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിനിടയ്ക്ക് നമുക്കൊരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് റൈസൻസൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയും പിന്നെ നമ്മുടെ ബ്രെഡ് നമ്മൾ കഴിക്കുമ്പോൾ ചവയ്ക്കാൻ അവിടെ ഇവിടെ ആയിട്ട് കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്ക് റൈസിൻസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് റൈസിൻസൊക്കെ ഒന്ന് വെച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡിൽ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് റൈസിൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 40 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് വേവിക്കാൻ വെച്ചിട്ട് 40 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചെമ്പ് തുറക്കാവേ. ഇപ്പോൾ ഇതാ നമ്മുടെ 40 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ചെമ്പ് തുറന്നപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഓവണൊന്നും ഇല്ലെങ്കിലും നമുക്ക് ബ്രെഡ് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റും നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ബ്രെഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ഒരു പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാം, ഇത് ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കിലൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. എങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പപ്പടം കുത്തി വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാവൂ. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? നല്ല പൂ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഏകദേശം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഒന്ന് കത്തി വെച്ചൊന്ന് അകത്തി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചിരിക്കുന്നത് കൊണ്ട് നല്ല പൂ പോലെ ഇളവി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്യാം. ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടുകയേ വേണ്ടൂ, ഒന്ന് കമഴ്ത്തി കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്നും നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഇളകി വരുവേ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് ടിന്നിൽ നിന്നൊക്കെ ഇളവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നോക്കിയേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള നല്ല സോഫ്റ്റ്
ബ്രെഡ് നമുക്ക് അപ്പച്ചെമ്പിൽ തന്നെ വേവിച്ചെടുക്കാം. ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പച്ചെമ്പിൽ വേവിച്ചെടുത്ത ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നല്ല സോഫ്റ്റാണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിലാണ് നമുക്ക് നമ്മുടെ ബ്രെഡ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത ഒരു മുറി എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഉള്ളൊക്കെ എത്രത്തോളം നല്ല സോഫ്റ്റാണെന്ന്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്